ഹലോ മൈ ഡിയർ. ക്യാച്ച് പിടി. കൊള്ളാലോടെ. എന്താ പേര്? മിൻമിനി. മിന്നാ മിനുങ്ങോ? മിൻമിനി. ഇത് മാഡത്തിനോടത്തേക്കോ? ചിമ്മിനി അല്ല മിൻമിനി, ആള് കൊള്ളാലോ. ഞാനിവിടുത്തെ MD ആയാൽ ഈ ക്യാബിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമും കൂടി സെറ്റപ്പ് ആക്കുന്നുണ്ട്. എന്താ ഇവിടെ? ഞാൻ ഇനി ഇവിടെ തന്നെയല്ലേ. പണ്ട് പണിക്കർ സാർ ഇരുന്ന മുറിയായത്. ഞാൻ MD ആയാൽ പണിക്കർ സാർ ഇവിടെ തിരിച്ചെത്തും. ഓ, അപ്പൊ പണിക്കർ സാറ് പറഞ്ഞയച്ചാണല്ലേ സാറിനെ? അല്ല, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. ഞാനൊരല്പം തിരക്കില്ല. എനിക്കൊട്ടും തിരക്കില്ല. ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും. എന്താണാവോ? എന്നെ പുകഴ്ത്തൽ. നിന്റെ മുതലാളിച്ചിയുടെ മുന്നിൽ ഞാനൊരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും അംബാനിയേക്കാൾ വലിയ കോടീശ്വരനാണെന്നും നീ പൊക്കിയടിക്കണം. അത് കേട്ട് അവരുടെ മരുമകനായിട്ട് എന്നെ കിട്ടാൻ കൊതിക്കണം. ഒരാൾ കൂടി എസ്കമ്യനായിട്ടുണ്ട്. വേണ്ട, ഞാനിപ്പോ കഴിച്ചോളൂ. ഇവിടെ വന്നിരിക്കും. ഇരിക്കാനായിരുന്നു. ടീയോ കോഫി? കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ. പഞ്ചാര കുറച്ച് മതിയേ. മാഡം, ഇദ്ദേഹത്തിന് മാഡത്തിനൊന്ന് പരിചയപ്പെടണോ? ഞാൻ ഹംസ. അല്ല, ഹംസൻ. ഹംസൻ MBBS. ഡോക്ടറാണല്ലേ? അല്ല, വക്കീല്. നിനക്ക് മാത്രമേ വക്കീലാകാവോ? ബാക്കി പറ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരനാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 എണ്ണം. റിസർവ് ബാങ്ക് ആണോ 3 എണ്ണം? അതെ, ഇപ്പൊ 2 എണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്കേ മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. എന്തിന്? മാഡത്തിന്റെ ഒരേ ഒരു മോളെ ഇയാള് കല്യാണം കഴിച്ചിട്ട് മാഡം ഇപ്പൊ ഇരിക്കണ കസേരയില്ലേ, അവിടെ ഇയാള് കേറിയിരുന്ന് മാഡത്തിനെ ചവിട്ടി പുറത്താക്കുന്നാണ് ഇയാൾ എന്നോട് പറഞ്ഞത് അല്ലേ? എന്റെ പൊന്നു മാഡം, ഇവനെ വിശ്വസിക്കരുത്, കള്ളനാ. ഞാൻ കാല് പിടിക്കാം. ആ സാരി ഒന്ന് പൊക്കിക്കാൻ. നീ ആനയെടുത്ത് കളിച്ചോണ്ടിരുന്നോ? നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. Hi grandma. Hi mother-in-law. Hi my dear sweet wife. I am here for you. Come. നിനക്കെന്താ ഇവിടെ കാര്യം? What a foolish question, mother-in-law. ഭാര്യയുടെ വീട്ടിൽ ഭർത്താവിന് എന്ത് കാര്യം നോ? അത് തന്നെ കാര്യമല്ലേ ഗ്രാൻഡ്മ? ആ ബന്ധം അവിടെ മണ്ഡപത്തിൽ തന്നെ കഴിഞ്ഞു. ഇറങ്ങട വെളിയില്. No, this is my wife house. I can't. നിന്നോട് മര്യാദയ്ക്ക് പറഞ്ഞു ഇറങ്ങിപ്പോകാൻ. കൊടീശ്വരിയായ രാജമല്ലേക്ക് മര്യാദയോ? ഇതാണോ മര്യാദ? ഇങ്ങനെ ചൂടെ എന്റെ മൂഡ് കളയല്ലേ മദറിലോ? കുറച്ചുകൂടി കഴിഞ്ഞ് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റാ. My sweet wife. സൂര്യൻ അസ്തമിക്കാറായി, പൂക്കൾ വാടി തുടങ്ങുന്നു. മോള് പോയി നല്ല അസല് ചൂടില്ലാത്ത പാലെടുത്തിട്ട് വാ. ഓ സ്മെൽ. സമയം കളയാതെ വരൂ, നമുക്ക് ഫസ്റ്റ് നൈറ്റിലേക്ക് പറക്കാം. മമ്മി, പോലീസിനെ വിളിക്കേ. നോ, ഫസ്റ്റ് നൈറ്റിൽ പോലീസിനെ പങ്കെടുപ്പിക്കരുത് പ്ലീസ്. അടിയുടെ പെരുന്നാളായിരിക്കും. കുട്ടി അകത്താക്കിട്ട് വാലടയ്ക്കൂ. ഞാൻ കാണിച്ചു തരാം. ആഹാ, സാറാണോ ഞാനുമായിട്ട് ഫസ്റ്റ് നൈറ്റിന് വരുന്നത്? എന്താടാ ഇവിടെ? സാർ ഇവരെന്നെ പീഡിപ്പിക്കുകയാണ് പൂട്ടിയിട്ട്. പിന്നെ എന്ത് ചെയ്യണം? വീട്ടിൽ കയറി അതിക്രമം കാണിക്കുന്നവനെ പൂവിട്ട് പൂജിക്കണോ? നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവനെ ഞങ്ങൾക്ക് അറിയില്ല. നോണയാണത്, കല്ല് വെച്ച നോണ. ഞാൻ അവരുടെ മരുമകനാണ്. ഐ എം മിസ്റ്റർ മരുമകൻ. സാർ, ഇന്ന് രാവിലെ ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. ഒരു മിനിറ്റ്. സാർ, ഇതാണ് മാരേജ് സർട്ടിഫിക്കറ്റ്. ഇത് കല്യാണ ഫോട്ടോ. കണ്ട നിയമപരമായി ബന്ധം പിരിയും വരെ ഞാൻ ഈ കുട്ടിയുടെ ഭർത്താവാണ്. എന്താ ഇവിടെ ചേർന്ന് നിൽക്ക് സാർ. കണ്ടേ ഫോട്ടോയിൽ കണ്ടോ? ചേട്ടാ, തൊട്ടുപോരുത് എന്റെ മോളെ. കണ്ടോ? ഇതാണ് സാർ പ്രശ്നം. സ്വന്തം ഭാര്യ ഒന്ന് തൊട്ടാൽ എന്താ സാർ കുഴപ്പം? ഞാൻ സമ്മതിക്കില്ല. സാർ, ഭാര്യ ഭർത്താവ് ഒന്ന് തൊടുന്നത് അമ്മായിമ്മയുടെ പെർമിഷൻ വാങ്ങിച്ചിട്ടാണോ? നിങ്ങൾ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം മിസ്റ്റർ. സോറി മാഡം, ഞങ്ങൾക്ക് അതിനുള്ള വകുപ്പില്ല. വകുപ്പുണ്ടാക്കിയേ പറ്റൂ. നിങ്ങൾ പറയുമ്പോ വകുപ്പുണ്ടാക്കലല്ല ഞങ്ങളുടെ പണി. നീ DGPയെ വിളിക്കുമല്ലികേ. നിങ്ങൾക്ക് DGPയെ വിളിക്കാം, ഹോം മിനിസ്റ്ററെ വിളിക്കാം.
പക്ഷെ എന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഇതാണ്ടാ പോലീസ്. താങ്ക് യു. പ്ലീസ്. മകൾക്ക് എന്നേക്കാൾ അനുയോജ്യനായ വരനെ കണ്ടുപിടിച്ച നിങ്ങളല്ലേ? അനുഭവിക്കേ. ഓ സാർ. സാർ, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയാൽ രാത്രിയിൽ ഇവർ രണ്ടുപേരും കൂടി വന്ന് എന്നെ ചവിട്ടി കൊന്നാൽ അതുകൊണ്ട് എനിക്ക് പ്രൊട്ടക്ഷൻ വേണം സാർ, പ്ലീസ്. ഓക്കെ ഇൻസ്പെക്ടർ. സർ, താങ്ക് യു സാർ. വക്കീലിന്റെ പുസ്തകത്തിലാണോ ലോ പോയിന്റ്സിന് പഞ്ഞം? നക്ഷത്രം നക്ഷത്രം. ഹാ ലക്ഷ്മി, നീ പോയി ഭർത്താവിന് ചായ എടുത്തിട്ട് വാ. നീ പോടാ ഇരിക്ക. ഉശ്ശൂ, ഓടെ ചെറുക്കാന്നാ. ഓ കല്യാണ ചെക്കൻ. എന്റെ വേറെ ആളെ നോക്കാം. ആണ്ടി ടീ. ആഹാ, എല്ലാ പത്രം ഉണ്ടല്ലോ. ഇന്നും മലയാളാവാം. ഓ ഒരു പത്രാസുകാരി. ഹായ്, ശുദ്ധവായു. അതെങ്കി അത്. തന്റെ കാര്യം ഇവിടെ വലിയ കഷ്ടമാണല്ലേ. സാർ എനിക്ക് ചായ ഉണ്ടാക്കി തരൂ. താൻ പോടോ, തനിക്ക് ചായ ഉണ്ടാക്കി തരാൻ വേണ്ടിയില്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ആ ഇത് തന്നെയാണ് അകത്തെല്ലാരും എന്നോട് പറയണത്. പിന്നെ ചായ കിട്ടിയില്ല, പത്രം കിട്ടിയില്ല, ഭക്ഷണം കിട്ടിയില്ല എന്ന് കരുതി ഞാനിത് ഇന്ന് പിന്മാറില്ല. എന്റെ ഭാര്യ എന്നെ അംഗീകരിക്കണ കാലം വരുന്നവരെ ഞാൻ ഇവിടെ കിടന്നങ്ങോട്ട് പോരാടും. ആഹാ, എത്ര നടക്കാത്ത സ്വപ്നം. എന്താ? പോടാ വട്ടി. സാറിനെ അങ്ങനെ വിളിച്ചാൽ ഫീൽ ചെയ്തോ? വെരി ഗുഡ്. എന്റെ വൈഫാണ്. അല്ല, ഹലോ. നീ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഉണ്ടേ. ഹ്, നീ കറക്റ്റ് സമയത്ത് തന്നെ വിളിച്ചത്. എടാ, എന്റെ ഒരു കാര്യം ഇവിടെ നടക്കണില്ല. എന്താച്ചാ എന്നെ പരിചരിക്കാനും പൊന്നുപോലെ നോക്കാനും ഒരു സ്റ്റാഫിനോടനെ എനിക്ക് വേണം. ആ ഇന്ന് തന്നെ ഇവിടെ ജോയിൻ ചെയ്യണം. ഓക്കെ. നീ എന്താ ഇവിടെ? നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തതല്ലേ? എടി പെണ്ണെ, നീ എത്ര കഴിഞ്ഞ് കാല് പിടിച്ചാലും നിന്നെ തിരിച്ചെടുക്കില്ല. ഞാൻ നിങ്ങളുടെ ആരുടെയും കാല് പിടിക്കാൻ വന്നതല്ല, എന്റെ പുതിയ ബോസിനെ കാണാൻ വന്നതാ. ബോസ്, ഹായ് ബോസ്. വെൽക്കം വെൽക്കം. ഇതാണ് എന്റെ പുതിയ ബോസ്. ഇതാണ് ബോസ്. പണ്ട് ഞാൻ ഇയാളെ എത്ര ശ്രദ്ധിച്ചിട്ടില്ല. യു ആർ ലുക്കിംഗ് സോ യങ്, ബ്യൂട്ടിഫുൾ ആൻഡ് വാട്ട് എവർ ഇറ്റ് ഈസ്. ബോസ്, ഈ കുട്ടിയുടെ പെട്ടിയും പറ്റിയൊക്കെ ഏത് മുറിലാണ് വെക്കേണ്ടത്? എന്റെ റൂം. ബോസിന്റെ റൂമിലോ? അല്ല, എന്റെ റൂമിന്റെ തൊട്ടടുത്തുള്ള റൂമിൽ വെച്ചാൽ മതി. ഐ ഫോർഗോട്ട് യുവർ നെയിം. വാട്ട്സ് യുവർ നെയിം? മിൻമിനി. നൈസ് നെയിം. ഇന്ന് മുതൽ എന്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും മിൻമിനി നോക്കണം. സാലറി 25,000 bucks. താങ്ക് യു സർ. ശങ്കരനുണ്ണി, നീ ഇവരൊക്കെ കിച്ചണിലേക്ക് കൂട്ടിക്കൊണ്ടു. കിച്ചൺ 1 സെക്കൻഡ്. ഗ്രാൻഡ്മാ, കിച്ചൺ എവിടെയാ? എവിടെ വെച്ച് കണ്ടുപിടിച്ചു? എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ട് അടുപ്പ് കൂട്ടിക്കോ. ഓ മൈ ഗോഡ്, മൈ ഫാദർ ഇൻ ലോ. ഹലോ, യുവർ ഹസ്ബൻഡ്. നൈസ് മീറ്റിംഗ്. കീപ് ഇൻ ടച്ച്. ഫാദർ ലോ, ടെൽ മീ. മിസ്റ്റർ മരുമകൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അച്ഛ വീട്ടിൽ പരമാനന്ദ സുഖം. പിന്നെ അങ്കിൾ, നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇന്നേക്ക് ഒരു ദിവസമായി. എനിക്ക് പിരിഞ്ഞിരിക്കും വയ്യ. എപ്പോഴാ അങ്കിൾ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ അങ്ങോട്ടോ? വന്നേ പറ്റൂ അങ്കിൾ എന്റെ ഗസ്റ്റ് ആയിട്ട്.